Hi everyone. What a month. I mean, ഇത് ഈ ഒരു വ്ളോഗ് ഇതിനെ ഞാൻ വ്ളോഗ് എന്നൊന്നും വിളിക്കുന്നില്ല. ബിക്കോസ് കഴിഞ്ഞ ഒരു കുറേ ദിവസം എന്താ ഇനി പറയണ്ടേന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം നിങ്ങൾക്കറിയാമെങ്കിൽ, നിങ്ങളുടെ സ്ഥിരം വ്യൂവർ ആണെങ്കിൽ, ഞാൻ കുറേ ദിവസമായി പ്രോപ്പറായിട്ട് വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട്, കുറേ ദിവസമായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. മെയ് എന്നുള്ള മന്ത് എനിക്കറിയില്ല ഈ വ്ളോഗ് എപ്പോഴാണ് പോണത് എന്നുള്ളത്. മെയ് സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിരുന്നു, ഞാൻ അമ്പലത്തിൽ പോണ സമയത്ത് ഐ എം ഹാവിങ് ദ സൈനസ് ഇഷ്യൂ എന്നൊക്കെ. ഓ മൈ ലോഡ്, ഫ്രം ദാറ്റ് ടൈം നിങ്ങളെൻ്റെ കൈ കണ്ടറിയാം. ഞാൻ ഹാഡ് ടു ലിറ്ററലി, കഴിഞ്ഞ ദിവസം ഐ ലിറ്ററലി ബാസ്ഡ് ഇൻസൈഡ് എ കാഷ്വാലിറ്റി. ഐ ക്രൈഡ് സേയിങ് എനിക്ക് ഹെൽപ്പ് വേണം, ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ കാഷ്വാലിറ്റിയിൽ പോയി. ഡ്രിപ്പ് ഇട്ട് വോമിറ്റ് ചെയ്ത് കോളമാക്കി. ഐ വെൻറ്റ് ഔട്ട് ഇൻ ദ മോസ്റ്റ് ക്രേസിയസ്റ്റ് പോസിബിൾ ഔട്ട്ഫിറ്റ് ഐ എവർ കുഡ്. ഔട്ട്ഫിറ്റ് എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ലിറ്ററലി ഞാൻ ബെഡിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്ത് ഇൻഡിപെൻഡൻസ് ആണ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ദൈവം എന്നുള്ളത്. ഇതെന്തിനാണ് ഈ വ്ളോഗ് ഇടണേന്ന് പറഞ്ഞാൽ, അഗൈൻ ഐ എം ടെല്ലിങ് യു, ദിസ് ഈസ്, എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് കണക്റ്റിംഗ് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഞാൻ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലൊക്കെ ഒരു കണക്ഷൻ തോന്നും. ഇന്നും ഞാൻ ഇരിക്കുന്നത് ഐ എം ഇൻ മൈ വെരി റോ കൈൻഡ് ഓഫ് തിങ്. ഐ എം പുട്ടിങ് ഓൺ എ സോക്സ് ആൻഡ് എവറിത്തിങ്. ലൈക്ക് ഐ മീൻ മൈ ബെഡ് ഗൈസ്. ലൈക്ക് കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകളായിട്ട് ചില ദിവസമൊക്കെ ഞാൻ ഓഫീസിൽ പോവും, ചില ദിവസമൊക്കെ വയ്യാണ്ടായിട്ട് ഞാൻ ക്ലിനിക്കിൽ ആരോടും മിണ്ടാണ്ട് താഴെ പോയി ക്ലിനിക്കിൽ പോയിട്ട് ഡ്രിപ്പ് ഇടും. പിന്നെ തിരിച്ചു പോവും, ഇടയ്ക്ക് പെയിൻ കില്ലർ കഴിച്ച് കാഫ്റ്റീരിയയിൽ പോയി കിടന്ന് ഉറങ്ങും. പിന്നെ വർക്കിൽ തിരിച്ചു പോവും, ചില സമയത്ത് സോൺഡ് ഔട്ട് ആവും, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്റ്റാഫ് പാർട്ടി ഉണ്ടായിരുന്നു, ഞാൻ യൂട്യൂബിൽ ഡാൻസ് വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ആൻഡ് എവ്രിബഡി അപ്രീഷിയേറ്റഡ് ആൻഡ് എവറിത്തിങ്. പക്ഷേ ഓൺ ദ സ്റ്റേജ്, ഞാൻ അന്ന് സ്റ്റേജിൽ കയറുന്ന ദിവസം അതിൻ്റെ തലേദിവസം കൂടി ഞാൻ സിക്ക് ലീവ് എടുത്തിട്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. ഞാൻ എൻ്റെ തലേദിവസം സിക്ക് ലീവ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്. ഈ മാസം ഞാൻ എത്ര വട്ടം എൻ്റെ കയ്യിൽ പിന്നി കുത്തിയിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല. ലൈക്ക് അത്ര അധികം പ്രാവശ്യം ബ്ലഡ് പോയിട്ടും വരവും അതും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഓൾ അലോൺ, ഓക്കെ. ആൻഡ് ഐ വാസ് ദി സെയിം പേഴ്സൺ. എനിക്ക് എൻ്റെ അച്ഛനൊന്നും ഇല്ലാണ്ട് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാൻ വരെ പേടി. എനിക്ക് സിറിഞ്ച് കണ്ടാൽ ഞാൻ കിടന്ന് അലറും. അങ്ങനത്തെ ആള് ഐ ഹാഡ് ടു ഗോ ആൻഡ് പുട്ട് ഓൺ ദിസ് സെലൈൻ. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ട്യൂബ് ഇടുക എന്നുള്ളത്. ആൻഡ് ഡിഡ് ദാറ്റ് കുറേ വട്ടം. ആൻഡ് എനിക്ക് വയ്യാത്ത ദിവസമൊക്കെ ഞാൻ എന്നെ താലിയൊക്കെ വലിച്ചുകൊണ്ട് എനിക്ക് പോകേണ്ട വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഞാൻ എന്തിനാ പറയണമെന്ന് വെച്ചാൽ, ഇത് ഇപ്പം എന്താ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ സിമ്പതി കിട്ടാനൊന്നും അല്ല എല്ലാ വീഡിയോയിലും പറയണ പോലെ. ചില സമയത്ത് നമ്മുടെ ലൈഫിലുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ സിറ്റുവേഷൻസ് വരും. നമ്മളെന്താണ്, നമ്മൾ എവിടെ വരെ ഗ്രോ ആയിട്ടുണ്ട്, നമ്മൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമുക്കൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടാൻ. ഇന്നൊരു സാറ്റർഡേയാണ്, ഞാനിപ്പോൾ വയ്യാണ്ടായിട്ട് അന്നത്തെ പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ രാത്രി, അന്ന് പരിപാടി ഡാൻസ് കഴിഞ്ഞ് ഞാൻ കിടന്നത് ഗ്രീൻ റൂമിൽ പോയി കിടന്നു. ഭയങ്കര ചളുപ്പിലി, ഭയങ്കര ലുക്കായിരുന്നു. ഓക്കെ, ലുക്കൊക്കെ വെച്ച് ഞാൻ പോയി കിടന്ന്. ആൾക്കാരൊക്കെ വിചാരിച്ച് ഞാൻ പാസ് ഔട്ടായി ഡ്രിങ്ക് അടിച്ചിട്ട്. എന്നിട്ട് ആൾക്കാരൊക്കെ ഒന്ന് ശില്പ വിൽ ബി ഫൈൻ എന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ പെയിൻ കില്ലർ അടിച്ച് 2-3 പെയിൻ കില്ലറൊക്കെ ഡോസ് കൂട്ടിയിട്ട് എന്നിട്ടും എന്നെ മാറുന്നില്ല. ഫുഡൊന്നും വരെയൊക്കെ കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും താങ്ക്ഫുള്ളി ഐ ഹാഡ് ഗുഡ് കൊലീഗ്സ് ആൻഡ് എവ്രി വൺ. അങ്ങനെ അവരെല്ലാവരും വന്ന് തന്നെ ചെക്കൊക്കെ ചെയ്ത്. രാത്രിയപ്പോൾ ഒന്നും കൂടി ഞാൻ ചുമ്മാ ഒന്ന് ഡാൻസ് കളിച്ച് രാത്രി 1 മണിയപ്പോൾ ഞാൻ റൂമിൽ തിരിച്ച് വന്ന്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ. എന്നിട്ട് ഞാൻ അമ്മ അച്ഛാന്നൊക്കെ കുറിച്ച് അലറി വിളിച്ച് കരഞ്ഞ, ആരും വന്ന് നോക്കാനില്ല. ഓക്കെ, ആരും വന്ന് നോക്കാനില്ല. എനിക്ക് ആരെയും വിളിക്കാനും വരുന്ന, ഫോൺ നോക്കാൻ പറ്റുന്നില്ല, ലൈറ്റ് കാണാൻ പറ്റുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഞാൻ വേഗം എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ മാനേജറിനൊക്കെ മെസ്സേജ് ഇട്ടിട്ട് ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പം എൻ്റെ പറുദുബായിലുള്ള എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാണ് അവർ. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയും പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സത്യം എനിക്ക് താല്പര്യമില്ല ആരെയും ശല്യം ചെയ്യണമെന്നും, ഒന്നിനും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. കാരണം
എനിക്ക് ഹ്യൂമൻ ഇൻട്രാക്ഷൻ കുറച്ചൊക്കെ വേണം. നമ്മൾ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞാലും അറ്റ്ലീസ്റ്റ് ലൈക്ക് മറ്റേ ഹ്യൂമൻ ജന്തു നമ്മൾക്ക് കുറച്ചൊക്കെ മനുഷ്യൻ ഇൻട്രാക്ഷനൊക്കെ വേണം. അപ്പോൾ നമ്മൾ എൻ്റെ മനുഷ്യൻ ഇൻട്രാക്ഷൻ ഈസ് ലൈക്ക് എനിക്ക് ജെനുവിൻ ഇൻട്രാക്ഷൻ ഇല്ലാത്തടത്തോളം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് മനുഷ്യൻ ഇൻട്രാക്ഷൻ വേണ്ട എന്നുള്ളത്. അൺലെസ് ആൻഡ് അൺടിൽ ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ജെനുവിൻ ഇൻട്രാക്ഷൻ ഐ ഡോണ്ട് ഗോ ഫോർ ദാറ്റ്. പക്ഷേ ദിസ് ടൈം ഐ റിയലി വാണ്ടഡ് സം കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ, ലൈക്ക് സംതിങ്. അപ്പോൾ ഓഫീസേഴ്സ് ലൈക്ക് ഓഫീസിൽ അല്ലേ. അപ്പോൾ ഞാൻ പോയി, എങ്ങനെയൊക്കെയോ ഞാനിവിടെ തന്നെ പിടിച്ച് തട്ടിക്കൂട്ടി കൊണ്ടുപോയി. അങ്ങനെ അവിടെ എത്തി. പിറ്റേ ദിവസം ആൻറ്റി അങ്കിളൊക്കെ ജോലിക്ക് പോയി, അവർക്ക് ജോലിക്ക് പോകണമല്ലോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപാരവേദന കരഞ്ഞ് വിളിച്ച് ബഹളം വെച്ച് ഞാൻ എങ്ങനെയൊക്കെയോ അലറി വിളിച്ച് വീണ്ടും ബുക്ക് ചെയ്തു ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ. എന്നിട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ടാക്സിയൊക്കെ വിളിച്ച് എങ്ങനെയൊക്കെയോ ടാക്സിയിൽ കയറി അവിടെ വരെ എത്തി. അവിടെ എത്തിയിട്ട് ഐ നീഡ് ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ഭയങ്കര സിനിമ, ലൈക്ക് ലിറ്ററൽ സിനിമ. ഞാൻ വീൽ ചെയറിലൊക്കെ ഇരുന്ന് അവരെന്നെ സൈഡിൽ കൊണ്ടിരുത്തി, അവരെന്നെ ആരും നോക്കുന്നില്ല. ഞാൻ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് എന്നൊക്കെ പറയാൻ തുടങ്ങി. അവസാനം എന്നോട് ഒരു ഫോൺ നമ്പർ എമർജൻസി എന്നൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കാനാ? അവസാനം ഞാൻ എൻ്റെ ഫോൺ കിടന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു, വായിച്ചോ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അവസാനം എന്നോട് എന്തൊക്കെയോ ചോദിക്കണം. അവസാനം ഞാൻ ലിറ്ററലി എനിക്കൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട്, എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്കൊന്ന് ചെയ്തതാ. മലയാളി ഡോക്ടർ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ബോധം വന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം, എനിക്കിപ്പോൾ ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. അവസാനം ഒരു ഡ്രിപ്പ് ഇട്ടു, വോമിറ്റഡ്, കഴിഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല. എൻ്റെ വീട്ടിലും എനിക്ക് അത്രയും ചെയ്യാം, കാരണം ഞാൻ അത്രയും എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് എന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പോയത്. താങ്ക്ഫുള്ളി എനിക്ക് എന്നെ ഫിനാൻഷ്യലി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഐ വാസ്, കാരണം ഒരു 5-6 വർഷം, 5-6 വർഷം പോട്ടെ, 2 വർഷം, 1 വർഷം മുന്നത്തെ ശില്പയ്ക്കാണെങ്കിൽ ഇത് പറ്റില്ല. ശില്പ ഇവിടെ ബീൻ ജസ്റ്റ് ക്രാഷ്ഡ്, ഫക്കിംഗ് ക്രാഷ്ഡ്. എന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടറെ കാണാൻ പറ്റില്ല. പിന്നെ അടുത്ത ഇതിൽ പോന്നു, അടുത്ത ഡോക്ടറെ കാണാൻ പോന്നു. എൻഡോസ്കോപ്പി, ആസ്കോപ്പി, ഈസ്കോപ്പി, എക്സ്റേ, മറ്റേത് മറിച്ചത്. പിന്നെ പറയുന്നു സൈനസിന് പ്രശ്നമില്ല. പിന്നെ പറയുന്നു പിന്നെയും മരുന്ന് കുറേ തരുന്നു, പെയിൻ കില്ലർ, അത് ഇത്, പിന്നെ ടെസ്റ്റിന് കൊടുക്കണോ, പിന്നെ തിരിച്ച് വീട്ടിൽ പോകണം. പിറ്റേ ദിവസം വീണ്ടും പെയിൻ വരുന്നു, കരയണോ, വിളിക്കണോ. അങ്ങനെ വീണ്ടും ഡോക്ടറെ കാണാൻ പോകുന്നു, ന്യൂറോളജിസ്റ്റിനെ ഇതാക്കണു. അതിൻ്റെ ഇടയിൽ വർക്ക്. എനിക്കാണെങ്കിൽ ഗിൽട്ട് അടിച്ചിട്ട് കരഞ്ഞു മോങ്ങി വിളിച്ച് കിട്ടിയ ജോലി, അതിൻ്റെ ഇടയിൽ ജോലിക്കിട്ട് പോകാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ബോധം വന്നാൽ അപ്പോൾ ഗിൽട്ടും വരും. എന്നിട്ട് ഞാൻ ഇടയിലിരുന്ന് വർക്ക് ചെയ്യും, അപ്പോൾ വീണ്ടും തലവേദന കൂടും. അപ്പോൾ ഞാൻ വീണ്ടും ലാപ്ടോപ്പ് അടച്ചിരുന്ന് വീണ്ടും പെയിൻ കില്ലർ കഴിക്കും, പിന്നെ വീണ്ടും മാറും, പിന്നെ വീണ്ടും. ഇതൊരു ലൂപ്പാണ്, എനിക്ക് ഭയങ്കര ലൂപ്പാണ്. ഗിൽട്ടടിച്ചിട്ട് ലൈക്ക് ആരുടെയും വീട്ടിൽ പോയി നിൽക്കണം എന്നുള്ള ആഗ്രഹമില്ല, എന്നാ ഹ്യൂമൻ കണക്ഷൻ വേണം, എന്നാ ജോലി ചെയ്യണം, എന്നാ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എന്നാ സ്ക്രീൻ നോക്കണം, എന്നാ സ്ക്രീൻ നോക്കാൻ പറ്റുന്നില്ല, ഹെൽപ്പ് വേണം, എന്നാ ആരോട് ചോദിക്കണം എന്നറിയില്ല, എന്തെങ്കിലും അവിടേക്ക് ചെയ്യണം, എന്നാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു മാതിരി വൃത്തികെട്ട ലൂപ്പ്. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ എന്നിട്ട് എൻ്റെ തെറപ്പിസ്റ്റിനോട് പറഞ്ഞപ്പോൾ തെറപ്പിസ്റ്റ് പറഞ്ഞു, മകളെ ഇതൊരു സൈക്കോസൊമാറ്റിക് പെയിനാണ്. അതായത് ഈ ഇമോഷൻസ് ഒക്കെ കൂടെ ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ ഇരുന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് എന്ന് അവരൊന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ ENT ഡോക്ടറെ കാണാൻ പോയപ്പോൾ നമ്മൾ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. എനിക്ക് ഓൾറെഡി മൈഗ്രെയിൻ പ്രശ്നമുള്ളതാണ്. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കിറുങ്ങി നടക്കുക, ലൈക്ക് ലിറ്ററൽ കിറുങ്ങി നടക്കുക. ഡ്രഗ്സൊക്കെ അടിച്ച് പീക്ക് എത്തിയെന്ന്, ഡൈക്ലോഫിനാക്കൊക്കെ അങ്ങനെ കഴിച്ചിട്ട് പീക്ക്. സൈനസ് ക്ലിയറാ, എന്തോ ഒരു ചെറിയൊരു ബൾജിങ് ഉണ്ട് പറഞ്ഞു, പണ്ടേ ഉണ്ടായിരുന്നു. അത് പണ്ടേ ഉള്ള പ്രശ്നമാണ്. പക്ഷെ അതൊന്നും ഞാൻ അത് അങ്ങനെ പ്രശ്നമാണെങ്കിൽ ഇത് ഇപ്പോഴും പ്രശ്നമുണ്ടാകും, അങ്ങനത്തെ ഒരു പ്രശ്നമല്ല അത്. അപ്പോൾ ആൾ പറഞ്ഞു, ഇത് സൈനസ്, മൈഗ്രെയിൻ, ക്ലസ്റ്റർ മൈഗ്രെയിൻ പ്ലസ് സ്ട്രെസ്സ്, അങ്ങനെ കൂടെ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് വന്നുള്ളൊരു കാര്യമാണ്. കുട്ടി ഒരു കാര്യം ചെയ്യൂ, കുട്ടി കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കൂ, കുട്ടി കുറച്ച് സ്റ്റിറോയിഡ് കഴിക്കൂ, കുട്ടി കുറച്ച് അത് ചെയ്യൂ. അങ്ങനെ വീണ്ടും 10-25 ദിവസത്തിന് സ്റ്റിറോയിഡ്, മറ്റേത് മറിച്ചത്. പക്ഷെ അപ്പോഴത്തേക്കും ഐ ആം ഓക്കെ. ഇപ്പം ഞാനങ്ങനെ കരഞ്ഞു വിളിച്ച് അലറി വിളിച്ച കരച്ചിലിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞൊരു വീക്കായിട്ട് താങ്ക്ഫുള്ളി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ നെക്സ്റ്റ് വീക്ക് ഫുൾ ഹോളിഡേ ആണ്. ഞാൻ സലാലയ്ക്ക് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ ലൈക്ക് ടു ഗോ ഇൻ ദിസ് ഹോട്ട് സണ്ണി ഡേ, പക്ഷേ ഐ ചോസ് നോട്ട് ടു സിറ്റ് ഇൻ ദിസ് റൂം ആൻഡ് റട്ടിഫൈ ബിക്കോസ് കാരണം നെക്സ്റ്റ് വീക്കെൻഡ് നമുക്ക് വീണ്ടും റൂം മാറണം. അഗൈൻ വി ഹാവ് ടു പാക്ക് ഓൾ ദിസ് ഖാൻദാൻ ടുഗെദർ ആൻഡ് വി ഹാവ് ടു ഷിഫ്റ്റ് അഗൈൻ ടു അനദർ പ്ലേസ് വേർ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടാവും. അപ്പോൾ ആനും നീ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മളൊരു വലിയ സ്പേസിലേക്ക് മാറണം. പക്ഷേ അഗൈൻ ഐ ഹാവ് ടു പാക്ക് ഓൾ ദിസ് ഷിറ്റ് ടുഗെദർ. അതിനുള്ള ശക്തി എനിക്കില്ല. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ടു കം ബാക്ക് ഹിയർ സോ ദാറ്റ് എല്ലാത്തിനും ഇങ്ങനെ ശല്യം ചെയ്യണ്ടല്ലോ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ലെറ്റ് മീ ഡു സംതിങ്.
എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഗോട്ട് ദിസ് ബ്രാൻഡ് കൊളാബറേഷൻ ആൻഡ് എവറിത്തിങ്. ഐ വോണ്ട് ടു ഗോ ദർ ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദാറ്റ്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു എൻ്റെ കസിൻ്റെ വീട്ടിൽ പോവാം. Again, and where I was thinking I won't go that because see it's not because I don't want to go anywhere just because like നമുക്കിങ്ങനെ family privacy all these things പക്ഷേ right now I need human connection and I choose to go. It's not because I'm weak, I just need some human. അപ്പോൾ ഞാനിന്ന് ഇവിടെ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തല എനിക്ക് ലിറ്ററലി മാൻ ഓ മൈ ഗോഡ്. എൻ്റെ റൂമിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാം, ഞാൻ അറിയാം 4 സ്റ്റെപ്പ് വയ്ക്കാനുള്ള സ്ഥലമുള്ളൂ എൻ്റെ റൂമ്. അപ്പോൾ ഞാൻ എ സി ഒക്കെ അടച്ചു വെച്ചു, ജനലൊക്കെ തുറന്നിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ കുറച്ച് നേരം എൻ്റെ അനിയത്തിയോട് സംസാരിച്ചപ്പോൾ ഐ എം ഓക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായി ബ്രോ ദിസ് ഈസ് ഹ്യൂമൻ കണക്ഷൻ പ്രോബ്ലം. അപ്പോൾ ഞാൻ മൺഡേ ഓഫീസ് പോകാമെന്ന് വിചാരിച്ചു. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഓഫീസ്, ഐ എം ഗോയിങ് ടു മൈ കസിൻസ് പ്ലേസ്. I don't know if I'm still okay. കാരണം എൻ്റെ ഈ ഫുൾ ഏരിയ ഫുൾ മെഡിസിൻസാണ്. ലൈക്ക് മെഡിസിൻസ് ബड़ा हुआ है मेरा पूरा का पूरा रूम. I can't find anything in this shit right now. Yeah. Oh my god. I don't even know what this independence is like. I mean, I'm not blaming. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഒന്ന് കരച്ചിൽ വരും ലിറ്ററലി. ഞാൻ ചില സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വേണമെന്ന് വിചാരിച്ചിരുന്ന ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ ഞാനിരിക്കണം. എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഹാപ്പി ആവുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം, എനിക്ക് ആരും വേണ്ട. പക്ഷേ ആരും വേണ്ട എന്ന് പറയുമ്പോഴും ഐ ലിറ്ററലി വാണ്ട് സംബഡി man. I literally want someone. People want humans, and when I say that I don't want people in my life, it's just because I don't want people who are just halfway through. I don't want people who just leaves. I don't want people who just vote like അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മേ ബി പീപ്പിൾ വിൽ കം. മേ ബി കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതേ വീഡിയോ കണ്ടിരുന്ന് ഞാൻ ചിരിക്കാം, കരയാം, സന്തോഷിക്കാം. I might just say see where she was and see where she is right now. I hope I say that. പക്ഷേ I'm better. I really wanted to tell this because കഴിഞ്ഞ വ്ളോഗ് ഞാൻ കുറേ ദിവസം മുന്നേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇന്നലെ എന്താണ് പോസ്റ്റ് ചെയ്തത്. ഈ വീഡിയോ ഞാൻ എന്ന് പോസ്റ്റ് ചെയ്യുന്ന ദൈവത്തിന് മാത്രം അറിയാം. എനിക്ക് സങ്കടമൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കുറേ ലിപ്സ്റ്റിക്കോ പെർഫ്യൂമോ എന്തൊക്കെയോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നാൽ ഷോപ്പ് ചെയ്യണം. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഷോപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ഷോപ്പ് ചെയ്യും. when I get it, that's it. അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഹൈ പോകും. അപ്പോൾ എനിക്കറിയാം that's not about shopping girl, it's just about that feeling. അപ്പോൾ എന്നോട് എൻ്റെ തെറപ്പിസ്റ്റ് പറഞ്ഞു, ശില്പ you should do something to hype up your adrenaline every day, dopamine every day. I'm like, okay, what to do? I don't know. ചില സമയത്ത് എന്നെ കരച്ചിൽ വരും. ഓക്കെ, ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യും. ദിസ് ഇസ് വാട്ട് വീഡിയോ, ഐ ഡോണ്ട് ഈവൻ നോ. പോയിന്റ്ലെസ് വ്ളോഗ്. ബൈ.